ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സൂര്യ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഗെയിമിംഗ് ലോഗോസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതിനായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പോ എഡിറ്റിങ്ങോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടേക്ക് നമ്മുടെ ടീമിൻ്റെ പേരും ഒപ്പം നമ്മുടെ പേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ടൊരു ലോഗോ ഉണ്ടാക്കി തരും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ് ആ സൈറ്റ്, എങ്ങനെ അത് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ലെറ്റ്സ് ഗോ. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം എടുത്തിട്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം അല്ല ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് placeit.net. നമ്മൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ഇൻ്റർഫേസ് ആയിട്ടുള്ളൊരു വെബ് പേജ് തുറന്നു വരും. ഇങ്ങനൊരു സ്മാർട്ട് ടെംപ്ലേറ്റ് മേക്ക് ഡിസൈൻ ഈസി എന്ന് പറഞ്ഞിട്ട് കുറേ ടെംപ്ലേറ്റ്സ് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ നോക്കൂ, 44 ഫ്രീ ടെംപ്ലേറ്റ്സ്, കോവിഡിനെ കുറിച്ചുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡ് ന്യൂ അനിമേറ്റഡ് ലോഗോസ് ഉണ്ട്, അതുപോലെ ഗെയിമിംഗ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതുപോലെ കുറേ അവരവരുടെ ടെംപ്ലേറ്റ്സ് അവരെ ക്രിയേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കണ കുറേ ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ വേണ്ടത് ഗെയിമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഗെയിമിങ്ങിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും, അതൊരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ കണ്ടോ, അത് പ്ലേസിറ്റിൻ്റെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. നമുക്കത് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് നമുക്ക് ഇതിന് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പബ്ജിനെ കുറിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പബ്ജി എന്ന് നോക്കുക. അതാ കണ്ടോ, പബ്ജി 83 ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതാ കണ്ടോ, കുറേ ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സ് അവർ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലാൻ്റെ പേര് മാഡ് എന്നാണ്. അപ്പോൾ നമ്മൾ മാഡ് എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ലോഗോ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ലോഗോ ഇത് വെച്ചിട്ടൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ തുറന്നു വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇപ്പോൾ നമ്മളെ സെലക്ട് ചെയ്ത ലോഗോയും ഒപ്പം തന്നെ അടിയിൽ നമുക്ക് ടീം എന്താണ് നമ്മുടെ പേര് എന്ന് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ടീമിൻ്റെ പേരാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ടീമിൻ്റെ പേര് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ടീമിൻ്റെ പേര്. എന്നിട്ട് ഞാൻ ഡൺ അടിക്കുമ്പോൾ ഇപ്പോൾ ടീമിൻ്റെ പേരാണ് അടിയിൽ വരേണ്ടത്. ആ ഭാഗത്ത് നമ്മുടെ ടീമിൻ്റെ പേര് ഇപ്പോൾ ലോഡായിട്ട് വരും. ഓട്ടോമാറ്റിക്കലി അത് ലോഡായിട്ട് വരും. കണ്ടോ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ എൻ്റെ പേരാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് ആണ്. നിങ്ങൾക്കിപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ പബ്ജി നെയിം ആഡ് ചെയ്യാൻ പോകണം. നമ്മൾ എന്നിട്ട് അത് ഡണ്ണ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പോസ്റ്റർ തന്നെ നമുക്ക് അവർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തരും. ഇങ്ങനൊരു പോസ്റ്റർ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അതുപോലെ നമുക്ക് ലേഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കളർ ചേഞ്ച് ചെയ്യാം. പിന്നെ ലേഔട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കാം, അങ്ങനെ എന്തും ചെയ്യാം. അതുപോലെ തന്നെ എനിക്കിപ്പോൾ മുകളിലത്തെ ലോഗോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ കളറിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ടെംപ്ലേറ്റ്സ് അവർ കാണിച്ചു തരും. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ അവർ തന്നേക്കണ കുറേ ടെംപ്ലേറ്റ്സ് ആണ്. ഇപ്പോൾ ഞാനിതിൽ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഈ ലോഗോയുടെ പിക്ചർ അങ്ങോട്ട് മാറും, ലോഗോ മാറും. ഇങ്ങനെ IRS ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. സോ ഇവർ പറയുന്നത് ഇപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവർ ഇതിൽ സബ്സ്ക്രിപ്ഷൻ വേണം. അല്ലെങ്കിൽ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത്ര രൂപ കൊടുക്കണം, $1 കൊടുക്കണം, ഇത്ര രൂപ. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോഗോ പബ്ജി നമുക്ക് തുറക്കുമ്പോൾ അങ്ങനെ അധികം നമ്മൾ ലോഗോ ആയിട്ട് ഇടുമ്പോൾ ആരും അത് കാണാൻ പോകുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്ലേസിറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു വാട്ടർമാർക്ക് കാണും. അത് റിമൂവ് ചെയ്യാൻ നമുക്ക് വഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. ആ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഈ ജനറേറ്റിംഗ് ULR നമ്മുടെ ULR വരും, അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഒരു ന്യൂ ആയിട്ടൊരു തുറന്നിട്ട് ജസ്റ്റ് അതിലേക്ക് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എടുത്ത ആ ഇമേജ് ഇങ്ങനെ വരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൽ പ്രസ് ചെയ്തിട്ട് അതിൽ ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരു അത്യാവശ്യം ക്ലാരിറ്റിയിൽ നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അത് ഇങ്ങനെ വരും. പക്ഷേ ചെറുതായിട്ടൊക്കെ അതിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ലോഗോയിൽ അധികം അത് ബാധിച്ചിട്ടില്ല.
സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ കളർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സ്നാപ്സീഡ് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള വാട്ടർമാർക്കൊക്കെ ചിലപ്പോൾ എടുത്ത് കളയാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് താല്പര്യമുള്ള ഏത് ടൈപ്പ് ഓഫ് നമ്മുടെ ലോഗോസ് വേണമെങ്കിൽ നമുക്ക് ഇതുവഴി ക്രിയേറ്റ് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് കൂടിയപ്പോൾ വീഡിയോയുടെ സ്പീഡ് ഒന്ന് കൂട്ടി, അപ്പോൾ സൗണ്ട് ആകെ ഒന്ന് മാറിപ്പോയി, ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ലോഗോ ക്രിയേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.